സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും കുറേ നാൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ മാമനി ഗൾഫിൽ നിന്ന് നമ്മൾ എയർപോർട്ടിൽ നിന്ന് വിളിക്കാൻ പോകുന്ന വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നേരെ വീട്ടിലോട്ട് പോകാം. ഗൈസ് നമ്മളെ യാത്ര തുടങ്ങുന്ന സമയത്ത് തന്നെ ഭയങ്കര മഴയായിരുന്നു ഗൈസ്. അങ്ങനെ ഭയങ്കര മഴ ഇറങ്ങി, എങ്ങും ഇല്ലാത്തൊരു മഴ തന്നെയാണ് ഗൈസ്. ഇറങ്ങുന്ന സമയത്ത് തന്നെ പോയിട്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അച്ഛൻ എന്തോ ഗേറ്റ് തുറക്കുന്നു കാർ എടുക്കാനായിട്ട്. ഭയങ്കര മഴ, ഭയങ്കര കാറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല വൈബാണ്. പക്ഷേ ഗൈസ് അങ്ങനെ നമ്മൾ അടച്ചമ്മ ഇറങ്ങുകയാണ്. അച്ഛൻ ഇനി വണ്ടി എടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. അപ്പോഴും നല്ല മഴയുണ്ട്, അത് കാര്യമാക്കാതെ നമ്മൾ പോവുകയാണ്. ഇത് ഈ വ്ളോഗ് എടുക്കാൻ നല്ല രസമായിട്ട്. ഇത് നമ്മളെ കാറല്ല ഗൈസ്, ഇത് മാമൻ്റെ തന്നെ കാറാണ്. മാമൻ ഇവിടെ മേടിച്ചിട്ടിട്ട് പോയേക്കുന്നതാണ്. നമ്മളത് ഓട്ടിക്കാതിരുന്നാൽ നശിച്ചു പോയി. തുടങ്ങിയാണ്. ഇപ്പം നമ്മൾ ആദ്യം പോകുന്നത് വേളമനയിലോട്ടാണ്, അതായത് നമ്മളെ അമ്മയുടെ വീട്ടിൽ. അവിടെ നിന്ന് മാമൻ്റെ മോനെയും കൂടെ കൊണ്ടുപോകണം. അവനെ എടുത്തിട്ടാണ് അവനെ കൊണ്ടാണ് തിരുവനന്തപുരത്തോട്ട് പോകുന്നത്. അപ്പോൾ അവനെ എടുത്തിട്ട് ചിരിച്ചു കാണിക്കും, അല്ല കൊടുക്കും, നല്ല ചിരി. ഇത് കണ്ട അച്ഛൻ നോക്ക്, ഇതിലിങ്ങനെ ഡയറക്റ്റ് ആക്കാൻ. ചേച്ചി ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഒരു ഹായ് കൊടുക്കും എല്ലാവർക്കും. അങ്ങനെ കേസ് നമ്മൾ ആറ്റിങ്ങൽ അപ്പോഴും നല്ല മഴയുണ്ട്. തിരുവനന്തപുരത്ത് ഭാഗത്തൊക്കെ നല്ല മഴയായിരുന്നു. റോഡൊക്കെ സൈഡിലൊക്കെ നല്ല പണി നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല മഴയും. അവിടെ റോഡ് കാണാൻ പറ്റാത്ത രീതി മഴയായിരുന്നു തിരുവനന്തപുരം എത്തിയപ്പോൾ. ദീപാവലി പക്ഷെ നല്ല വൈബായിരുന്നു. രാവിലെ ഇങ്ങനെ മഴയൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് അരമണിക്കൂർ ആയോളം എന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി. ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. ഭയങ്കര മഴയായിരുന്നു, ഇതൊന്നും കാണാൻ പറ്റാത്ത മഴയായി. റോഡൊക്കെ മൊത്തം വെള്ളം. ഇതിൽ നിന്നും ഭയങ്കര മഴയുണ്ട്. അത് വരുന്ന ഇനിയുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണാം. കണ്ടോ ഗൈസ്, ഭയങ്കര മഴയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ മഴ പെയ്യാണ്. ഓക്കെ, മുതിർന്നവർക്ക് ബഹുമാനം കൊടുക്കുന്നു അല്ലേ? എനിക്കൊന്ന് അവന് കൊടുത്തു വിട്ടേക്ക്. ഭക്ഷണം പഴമെങ്കിലും കൊടുത്തു കാണും. പഴം കഴിച്ച വയറൊക്കെ. ഭയങ്കര മഴ. വെറുതെ ആണോ തിരുവനന്തപുരത്ത് മഴ? നമ്മളവിടെ മഴയായിരിക്കും. കൊച്ചെണ്ണം പറഞ്ഞത് മഴ പെയ്യുന്നില്ല. എവിടുന്ന വെള്ളം പെയ്യുന്നത്? അച്ഛന്റെ ക്ലാസ് പറഞ്ഞത്തേക്ക് വരുന്ന ഇവിടെ ഉണ്ട്, കാണാൻ പറ്റുന്നില്ല. അതാണ്ട് കണ്ട കപ്പൽ കണക്കത്തെ ബിൽഡിംഗ് കണ്ട. നമ്മളെ വാരിപ്പള്ളിയൊക്കെ ഇങ്ങനെ ആവില്ലേ? വിശാലമായി കപാടത്തിലൂടെ നമ്മൾ അകത്തേക്ക് കയറി. അന്തരം നട്ടു വെച്ചേക്കാണോ എനിക്ക് എനിക്ക് അറിഞ്ഞൂടാ, ഇതൊന്നും അറിയാൻ വയ്യ. പരിപാടി ഭയങ്കര നാറ്റല്ലേ? അയ്യോ ഇത് കണ്ട
കംപ്ലൈന്റ് കൊടുക്കാം. അവിടെ പ്ലെയിൻ കാണണമെങ്കിൽ അങ്ങോട്ട് വെക്കിരുന്നോ? അങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. കംപ്ലൈന്റ് എങ്ങനെ പറയണം? അപ്പോഴേ അത് വൈറലാവും. കിടക്കുന്നു പ്ലെയിൻ. അവിടെ പ്ലേറ്റ് ഉണ്ട്. കണ്ടാ ചേച്ചി? ഞാൻ വീഡിയോ എടുത്തത്. ഇയാള് കറച്ചിരിക്കുക. ഗോഡ്സ് ഓൺ കൺട്രി. നോക്ക് ചെറിയ അത് കണ്ടോ? ഇത് കൊള്ളാല്ലേ? ഞാൻ എയർപോർട്ടിനകത്ത് കയറിയിട്ടില്ല. വേണ്ട. അവനവൻ തിരിഞ്ഞു നോക്കുന്ന ഈ അച്ഛനെ. അവനവൻ്റെ അച്ഛനെ കാത്തിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും വിശന്നിട്ട് വയ്യ. 2 മണിക്കൂറായി നമ്മൾ ഇവിടെ ഒന്ന് നിൽക്കാൻ തുടങ്ങി. അല്ലേ മാമ, നമ്മുടെ വ്ലോഗിൽ വരും, ഒരു ആയി കൊടുക്കും. മാമന്റെ പെണ്ണ വീഴും. കണ്ട മമ്മി ഇവിടെ കിളി നോക്ക്. അച്ഛൻ ആ കിളീന്റെ സൈഡിൽ കൂടെ അച്ഛൻ നടന്നോണ്.